പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ, ട്രെയിനി വിഭാഗത്തിലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1792 ശ്രീരംഗപട്ടണ സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും ശരിയാണ്. എ തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931, ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരിയാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അപ്പൊ ആര്യസമാജം രാജാറാം മോഹൻ റോയ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1783 പാരീസ് ഉടമ്പടി. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നതിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏഷ്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ ആണ്. 10. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആലപ്പുഴ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹോക്കി. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്. ഉദ്യോഗ സംവരണം. ഈസ്റ്റിംഗ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. അതുപോലെ തന്നെ ധാരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചിനൂക്ക്. ആഗോള മർദ്ദ മേഖലയിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 6:30 AM. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ആണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. മാൻഡമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യൻ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചോളമാണ്. പുകയില, കാപ്പി, കരിമ്പ് ഇതെല്ലാം നാണ്യവിളകളാണ്. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇത് 3ഉം ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൂട്ട്. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2100 കലോറി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്?
ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ, എല്ലാം ശരിയാണ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൂന്നാമത്തെ പ്രസ്താവനയാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ, എല്ലാം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നാണ്, അത് തെറ്റാണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോ, എല്ലാം ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉമാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. ചുവടെ ചേർക്കുന്നതിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം, 1ഉം 2ഉം ശരിയാണ്. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് തെറ്റാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് കേരളീയം. അതുപോലെ തന്നെ സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഐക്യ കേരള സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദി എബോ, എല്ലാം ശരിയാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടന സർവരാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിറ്റാമിൻ എ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മലമ്പനി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, പാൻക്രിയാസ്. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഋതു കരിതാൾ. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്, എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ്, അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളുടെ മർദ്ദം കൂടുതലും ആയതിനാൽ. 37ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലോറോഫോം. 39ാമത്തെ ചോദ്യവും 40ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ്. അടുത്ത മാത്സിലെ ചോദ്യങ്ങളാണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ്, 32. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിനു ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു.
വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായുള്ള അകലം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 10. 43ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1. ഒരു മാസത്തെ 20ാം തീയതി തിങ്കളാഴ്ചയാണ് എങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യാഴം. മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 130. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 5:40. 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 111. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെയും മകന്റെയും വയസ്സുകളുടെ തുക എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 51. 49ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 2. 50ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 4/5. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ക്ലാസ് സി. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഓപ്ഷൻ എ ഉത്പതനം. താഴെ പറയുന്നതിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയുന്നതിനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ബ്യൂട്ടേന്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 9. MSDSന്റെ പൂർണ്ണ രൂപം എന്ത്? ആൻസർ ഓപ്ഷൻ ബി ആണ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രമായി കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്? ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. TEC ടെർണറി യൂട്ടറ്റിക് ക്ലോറൈഡിലെ ഘടകങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപം എത്ര കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2260. പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് കാരണം കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശക്തമായ തണുപ്പ് മൂലം. സ്കാൽഡ് എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ എ ആണ് നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിന്റെ അളവിനെ പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറ്റൽ കപ്പാസിറ്റി. 67ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്റ്റേപ്പീസ് ബോൺ. 69ാമത്തെ ചോദ്യവും 70ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ്. താഴെ തന്നിട്ടുള്ളതിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രൈവറ്റ് സർവീസ് വാഹനം. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് M3. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുൻപ് സമർപ്പിക്കാം? ആൻസർ ഓപ്ഷൻ സി ആണ് 365.
ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ മുൻവശത്തും പിൻവശത്തും ഓപ്ഷൻ ഡി വെള്ള പ്രതലത്തിൽ ചുവപ്പ് എൽ എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ആൻസർ ഓപ്ഷൻ ബി ആണ് പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. 76ാമത്തെ ചോദ്യവും ക്യാൻസൽ ചെയ്തതാണ്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 60 ദിവസം. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നത് പാർക്കിംഗ് എന്ന് നിർവചിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ് 3. ഒരു തുരങ്കത്തിനടുത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്ന് ഡാഷ് മീറ്റർ മുൻപിലും പിറകിലും വയ്ക്കണം. ആൻസർ ഓപ്ഷൻ ബി ആണ് 20 മീറ്റർ. മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. ആൻസർ ഓപ്ഷൻ എ ആണ് 50 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. ആൻസർ ഓപ്ഷൻ എ ആണ് 5 മീറ്റർ. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ആൻസർ ഓപ്ഷൻ ബി ആണ് 80 km/മണിക്കൂർ. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോവുക, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരിയാണ്. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 50 km/h ആണ്. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1 ശരി, 2 തെറ്റാണ്. 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. 1 ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ULW എന്നത് എന്തിന്റെ ചുരുക്കെഴുത്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അൺലാൻഡഡ് വെയിറ്റ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധാരിക രേഖ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പെർമിറ്റ്. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണുകിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാലു. ആൻസർ ഓപ്ഷൻ സി ആണ് 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഗുഡ് സമരിറ്റനായ ഒരാളുടെ അവകാശ പ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. അതായത് ഒഴിവാക്കുന്ന കാര്യങ്ങൾ: തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം, പരിക്ക് പറ്റിയ ആളുടെ ആദ്യ ചികിത്സാ ചെലവുകൾ നിർവഹിക്കണം, കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം. ഇതെല്ലാം ഒഴിവാക്കുന്ന കാര്യങ്ങളാണ്. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിന് സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരിയാണ്. പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫാസ്ടാഗ്. ഡ്രൈവറെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്
1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റമാണ്. അപ്പോൾ ആ കുറ്റങ്ങൾ നോക്കാം. നിയമപരമായ വേഗതാ പരിധിക്കും മുകളിൽ വാഹനം ഓടിക്കുന്നത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. എം പരിവഹൻ ഡിജി ലോക്കർ. ബൈറ്റഡ് ഡെസിബൽ എന്തിന്റെ യൂണിറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ശബ്ദത്തിന്റെ യൂണിറ്റ്. BLTD എന്നത് ഏതിന്റെ ചുരുക്കെഴുത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബർ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ ഓപ്ഷൻ സി ആണ്. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കരേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സിറ്റി ലൈം ഗ്രീൻ, മൊഫ്യൂസിൻ ഡീപ് സ്കൈ. സിറ്റി ലൈം ഗ്രീൻ, മൊഫ്യൂസിൻ ഡീപ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ്, വിവിഡ് പിങ്ക്.